പ്രേമലു ലെവലൊക്കെ ഉണ്ടോ? ബാബുരാജ് സൂപ്പർ പുള്ളിയാണ് ആക്ച്വലി മൂവിയിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത്. പടം നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ് ആണ്, ഒരു കോമഡി ലവ് എന്റർടൈൻ ആണ്. കണ്ടിരിക്കുക ഒട്ടും ബോറുമില്ല, ലാഗുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, നല്ല മൂവിയാണ്. ഫുൾ കോമഡിയാണോ? ഫുൾ ഫസ്റ്റ് തൊട്ട് എൻ്റെ ഫുൾ കോമഡിയാണ്. പിന്നെ ബാബുരാജ് കോമഡി ഒക്കെ സൂപ്പറാണ്. എല്ലാം നല്ല എല്ലാവരും ആക്ടിങ് സൂപ്പറാണ്. നല്ല അടിപൊളി മൂവിയാണ്, നല്ല മൂവിയാണ്. നല്ല പടം, അടിപൊളി പടം, നല്ല രസമുണ്ട് പടം. ടോട്ടലി എന്റർടൈനർ ആണ്. തിയേറ്ററിൽ ഇരുന്ന് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണ്. 2-3 ലവ് സ്റ്റോറികൾ വെച്ചിട്ടുള്ള പരിപാടിയാണ്. നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. എനിക്ക് പുള്ളിനെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അപ്പനും മോനുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പടം നല്ല രസമുണ്ട്. ഓക്കെ, കോമഡി പടമാണ്, കൊള്ളാം, അത്യാവശ്യം അടിപൊളിയാണ്. കോമഡി പടം പഴയ വിന്റേജ് കോമഡി പടം പോലെയാണോ? ഓക്കെയാണ്. പ്രേമലു ലെവലൊക്കെ ഉണ്ടോ? ആ ലെവലില്ലെങ്കിലും അത്യാവശ്യം അടിപൊളിയാണ്, ഇഷ്ടമായി, കൊള്ളാം. മഹിമയാണോ കോമഡി അധികം? ഷൈന, ബാബുരാജ് ബാബുരാജ് അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ബാബുരാജേട്ടൻ അടിപൊളിയാണ്, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കോമഡി പടമാണ്. നല്ല സിനിമയായിരുന്നു, കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല സിനിമയായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു. കോമഡിയാണ്, നല്ല കോമഡിയാണ്. ഷൈനാണോ മഹിമയാണോ? രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. കോമഡി ആണോ? ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഫാമിലി ഫിലിം കോമഡി ചിരിക്കാൻ നല്ലോണം, ബോറടിച്ചില്ല. ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ഷൈനികം ചെയ്തത്, ഇതുവരെ കാണാത്തൊരു ക്യാരക്ടർ. നാട്ടിൻപുറക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തു. സൂപ്പർ പടമായിരുന്നു, പ്രതീക്ഷയിൽ ഒത്തിരി അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി, ചിരിച്ച് ശബ്ദമൊന്നും ഇല്ലാതെ അവസാനത്തിലേക്ക്. നല്ല മൂവിയാണ്, മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. നല്ല കോമഡി ആയിട്ടായിരുന്നു. സൂപ്പർ പുള്ളിയാണ് ആക്ച്വലി മൂവിയിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്താണ് നിൽക്കുന്നത്. മറ്റാരേക്കാളും ഏറ്റവും കൂടുതൽ തగ్గടിച്ച് നൈസായിട്ട് മൂവി കൊണ്ടുപോയതേ പുള്ളിയാന്ന് പറയേണ്ടി വരും. നല്ല രസം. ആർക്കും നിരാശപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഹാപ്പിയാണ്, ചിരിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. നെഗറ്റീവ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും ചെറുതായിട്ട് പറയുന്നുണ്ട്. പ്രേമല അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ചിരി വരാത്ത ആൾക്കാർ വരെ പടം കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ബാബുരാജൊക്കെ വേറെ ലെവല്, അയാളെയൊക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഈ പടം കാണുമ്പോൾ തോന്നുന്നുണ്ട്. പുള്ളി വരുന്ന ഓരോ സീനിലും ആൾക്കാർക്ക് ചിരിയാണ്, വേറെ ലെവല്, അടിപൊളി. കോമഡിയൊക്കെ കൊള്ളാം. ബാബുരാജ് അടിപൊളിയാ.